ഹായ് ഫ്രണ്ട്സ്, PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഏപ്രിൽ 18 നടന്ന ജൂനിയർ അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, അതുപോലെ സീനിയർ സൂപ്രണ്ട് എന്നീ തസ്തികൾക്ക് വേണ്ടി നടന്ന പരീക്ഷയിലെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ടെലഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത് അല്ലെ. അടിമത്തം, ഐച്ഛികം, അതേപോലെ ആജാനുബാഹു, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്ന്. നമുക്കിപ്പോൾ അടിമത്തം എന്ന വാക്കെടുക്കുമ്പോൾ അറിയാം, അടിമത്തം എന്ന് എഴുതുന്നത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അടിമത്തം എന്ന് ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഐച്ഛികം എന്നല്ല, ഐച്ഛികം എന്നാണ് എഴുതാറുള്ളത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ആജാനബാഹു അല്ല, ആജാനുബാഹു ആണ്. അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ അല്ല, ഒന്ന് മാത്രമാണ്. അതായത് ഒന്ന് മാത്രം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അടുത്ത 92ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക. അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ ശകാരിച്ചു അല്ലെ. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം, അധ്യാപകൻ പഠിക്കാത്തതിന് കുട്ടിയെ എന്തിനാണ് ശകാരിക്കുന്നത് അല്ലെ. അത് തെറ്റാണ് അല്ലെ. പഠിക്കാത്തതിന് അധ്യാപകൻ കുട്ടിയെ ശകാരിച്ചു അല്ലെ. അവിടെയും എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനി അടുത്ത് നോക്കുക. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു, അത് പിന്നെയും കൊള്ളാം അല്ലെ. അടുത്തത് കുട്ടിയെ പഠിക്കാത്തതിന് അധ്യാപകൻ ശകാരിച്ചു, അങ്ങനൊന്നും പറയാറില്ല അല്ലെ. അപ്പോൾ ഇവിടെ ശരിക്കും ആൻസർ എന്ന് പറയുന്ന ഇത് 4 വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കോമൺ സെൻസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു എന്നുള്ളതാണ്. ബാക്കി 3 തെറ്റായ പ്രയോഗമാണ്. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 93ാം ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനമാണ് അല്ലെ, ട്രാൻസ്ലേഷൻ ആണ്, തർജ്ജമയിൽ വരുന്നതാണ്. നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്നാണ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. ഈ ശൈലിയുടെ മലയാള വിവർത്തനം എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുക എന്നുള്ളതാണ്. നോക്കുക. ചെറിയ വെള്ളത്തുള്ളികൾ ശക്തമായ സമുദ്രത്തെ സൃഷ്ടിക്കുന്നു. അങ്ങനെയാണോ? ഇതെന്തായാലും വലിയ രീതിയിലേക്ക് പോയി അല്ലേ. അടുത്ത് നോക്കുക. പലതുള്ളി പെരുവെള്ളം, പിന്നെ പയ്യെ തിന്നാൽ പനയും തിന്നാം, ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാൽ വലിയ സമുദ്രമാകും എന്നൊക്കെ പറയുന്നു അല്ലെ. ഇതിലേതാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതൊരു ശൈലിയാണ്. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് യോജിക്കുന്ന പലതുള്ളി പെരുവെള്ളം എന്ന് തന്നെയാണ്. അതിന് മലയാളത്തിലുള്ള ശൈലി അത് തന്നെയാണ് അല്ലെ. നോക്കുക. അടുത്ത 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തത് അല്ലെ, അതാണ് നോട്ട് ചെയ്യേണ്ടത്. പര്യായ പദമല്ലാത്തത് കണ്ട, അതാണ് നോട്ട് ചെയ്യേണ്ടത്. എന്താണ് പര്യായ പദമല്ലാത്തത് എന്നുള്ളതാണ്. ഇവിടെ നോക്കുക. പർവ്വതം അല്ലെ, ചലം, ഗിരി, നഗം, ശൈലം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പർവ്വതത്തിന്റെ പര്യായങ്ങളാണ് ഇതിൽ 3 ഒരെണ്ണം പക്ഷെ പർവ്വതത്തിന്റെ പര്യായമല്ല. അത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചലം എന്നുള്ളതാണ്. ചലം. ഇപ്പൊ ഗിരി എന്ന് പറഞ്ഞാലും നഗം എന്ന് പറഞ്ഞാലും ശൈലം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? പർവ്വതം തന്നെയാണ്. പക്ഷെ ചലം എന്ന് പറഞ്ഞാൽ അത് പർവ്വതമല്ല. അതുകൊണ്ട് പർവ്വതത്തിന് പര്യായപദമല്ലാത്തത് ചോദിച്ചാൽ അത് ചലം ആണ്. ചലം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ജംഗമം അല്ലെ, ജംഗമം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഒരു ശൈലി അറിയാം, സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നും പറഞ്ഞല്ലേ. ജപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്, നിങ്ങൾ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ജംഗമം എന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് സ്ഥാവരമാണ്. സ്ഥാവരം. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം സ്ഥാവരമാണ്. ഇനി കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? കർഷകൻ. കർഷകിയുണ്ട് അല്ലെ, കർഷകിയുണ്ട്, കർഷികയുണ്ട്, കർഷിണിയുണ്ട്, കർഷകയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നതാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും അല്ലെ. കർഷകൻ അത് ആണിനെയാണ് പറയുന്നത്. ഇനി സ്ത്രീകളെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സ്ത്രീകളെ കർഷക എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്, കർഷക അല്ലെ, കർഷക. അടുത്തത് 97 നോക്കുക. കയ്യാടിയെങ്കിലേ വായാടൂ എന്നാണ് അല്ലെ. ആ ശൈലി, ഈ കയ്യാടിയെങ്കിലേ വായാടൂ എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്നാണ് അല്ലെ. ഇതൊക്കെ ലോജിക്ക് വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണോ? കയ്യും വായും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണോ? കയ്യാടിയെങ്കിലേ വായാടൂ. അതോ പ്രവൃത്തി ചെയ്തെങ്കിലേ
ഉപജീവനത്തിന് വഴിയുണ്ടാകൂ എന്നുള്ളതാണോ? ഇനി അങ്ങോട്ട് ചെയ്താലേ ഇങ്ങോട്ട് കിട്ടൂ എന്നുള്ളതാണോ? അതോ ജോലി ചെയ്യുന്നവനെ സംസാരിക്കാൻ അവകാശമുള്ളൂ എന്നാണോ? ഈ 4 ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്. കയ്യാടിയെങ്കിലേ വായാടൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അതായത് നമ്മൾ ആഞ്ഞ് പണിയെടുത്താൽ മാത്രമേ വല്ലവും സമ്പാദിച്ച് ഭക്ഷണം കഴിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. അത്രയേ ഉള്ളൂ അല്ലെ. പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. അടുത്തൊരെണ്ണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് അല്ലെ. വിണ്ടലം, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, കവയിത്രി പോലെ കവയിത്രി പോലെ. ഇപ്പൊ നോക്കുക, വിണ്ടലം എന്ന് പറയുന്നത് ആക്ച്വലി വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം എന്ന് പറയുന്നത്. വിൺ പ്ലസ് സ്ഥലമാണ് വിണ്ടലം. ഇനി കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിന്റെ ശരിയായ സമാസം എന്തെന്നാണ്? കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളെ കഞ്ചമിഴി എന്ന് വിളിക്കുമോ, കഞ്ചമിഴിയാൾ എന്ന് വിളിക്കുമോ, കഞ്ചനേർ മിഴിയാൾ എന്ന് വിളിക്കുമോ, കഞ്ചനേർ മിഴി എന്ന് വിളിക്കുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളെ നമ്മൾ കഞ്ചനേർമിഴി എന്നാണ് പറയുന്നത്. എന്താണ്? കഞ്ചത്തോട് നേരായ മിഴിയുള്ളവളെ കഞ്ചനേർമിഴി എന്നാണ് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് അല്ലെ. അപ്പൊ സമാന പദമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇപ്പോ അങ്ങാടി കൊടുത്തിട്ടുണ്ട്, കമ്പോളം കൊടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങാടി, കമ്പോളം, ആപണകമുണ്ട്, തെരുവുണ്ട് അല്ലെ. ഇതില് 3 ഒരേ മീനിങ് ആണ്, ഒരെണ്ണം തെറ്റാണ് അല്ലെ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഏതാണ്? ഇപ്പൊ അങ്ങാടി, കമ്പോളം അല്ലെ, നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, അതെല്ലാം സാമ്യമുണ്ട്. പിന്നെ ആപണകം അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല. തെരുവ് നമുക്കറിയാം, സ്ട്രീറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിലേതാണ് കറക്റ്റ് എന്ന് പിടിക്കാൻ നമുക്കിപ്പോൾ അങ്ങാടി, കമ്പോളം, ചന്ത എന്നൊക്കെ പറയുന്ന ഒരു നമുക്കറിയാം, അത് തെരുവായിട്ട് വരുന്നില്ല അല്ലെ. തെരുവിന്റെ ഒരു പര്യായമല്ല. തെരുവ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റ് അല്ലെ. അപ്പൊ തെരുവല്ല. ഇവിടെ സമാനപദമല്ലാത്തത് എന്ന് പറയുന്നത് തെരുവാണ്. ബാക്കി അങ്ങാടി എന്ന് പറഞ്ഞാലും കമ്പോളം എന്ന് പറഞ്ഞാലും ആപണകം എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ മീനിങ് ആണ് വരുന്നത്. പക്ഷേ തെരുവ് ഈ കൂട്ടത്തിൽ പെടുന്നതല്ല. അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.